അയ്യപ്പേടെ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് ശേഷം മുൻ മന്ത്രി, അതായത് ഉടുമ്പൻചോല എന്നുള്ള ജനപ്രതിനിധിയായ എം മണി, മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നടത്തിയൊരു പരാമർശം ഭയങ്കര വിവാദമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പരാമർശം ഇവിടെ ഒന്ന് വായിക്കാം. ക്ഷേമ പെൻഷനും മറ്റും വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ച ആളുകൾ തങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചിട്ട് ഭംഗിയായി ശാപ്പാടും കഴിച്ച ശേഷം നല്ല ഭംഗിയായി നമ്മക്കിട്ട് വെച്ചു എന്ന് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു ജനങ്ങളെയും വോട്ടർമാരെയും അപമാനിക്കുന്ന തരത്തിലുള്ള എം മണിയുടെ വാക്കുകൾ. എം മണി ഇത് ബോധപൂർവം പറഞ്ഞു തന്നെയല്ലേ? എം മണി ബോധപൂർവം പറഞ്ഞതാണോ ബോധമില്ലാതെ പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എം മണിയാണ് ആള്. എന്നും പറയും. എം മണി അതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന് നമ്മൾ പറയുമല്ലോ. അവർക്ക് കോലം മാറാൻ കഴിയാത്തതിൻ്റെ 2-3 വ്യക്തികളിൽ ഒരാളാണ് എം മണി. എം മണി ഈ പറയുന്നതിന് ഒരു ഹാസ്യത്തിൽ പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയും. അവിടെയാണ് VS എം മണിയെ മാറ്റി നിർത്തിയിട്ടുള്ളത്. VSനെ ഇവർ എത്രയൊക്കെ പഴഞ്ചനം എന്ന് പറഞ്ഞാലും VS എങ്ങനത്തെ ആളെന്നൊക്കെ പറഞ്ഞാലും VS ഇങ്ങനത്തെ ഒരു ടോക്കും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാണോ എന്നാലും മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയാതെ മനസ്സിലുള്ള കാര്യം അറിയാതെ പുറത്തു വന്നതാണ്. അവിടെ ബഹുമാനപ്പെട്ട എം മണിയോട് കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത്, നിങ്ങൾ 1000 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ 1500 രൂപ 2000 രൂപ ആക്കി തന്നതിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങൾ ഇട്ടതെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. നിങ്ങൾക്ക് വോട്ട് കിട്ടണം. അതാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടണം. ആ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് 2000 രൂപ തന്നത് എന്ന് നിങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മനസ്സിലിരിപ്പാണ് നിങ്ങൾ പുറത്ത് വന്നത്. നിങ്ങൾക്ക് വോട്ട് കിട്ടണം, നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സുഖിക്കണം, അതിനുവേണ്ടി ഞങ്ങൾക്ക് 2000 രൂപ തന്നു. കഴിഞ്ഞ തവണ 5 വർഷം മുമ്പ് കിറ്റ് കൊടുത്ത പോലെ. അതെ, അതായത് ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു തോൽവി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ത്രിതല പഞ്ചായത്തിലും അല്ലാതെ കോർപ്പറേഷനുകളിലും ഉണ്ടായിരിക്കുന്ന തോൽവി എന്ന് പറയുന്നത് അവർ ചോദിച്ച് വാങ്ങിയ തോൽവിയാണ്. കാര്യം ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവിടെയാണ് അവർക്ക് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സ്വഭാവമാണ് ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. കണ്ണടച്ചിട്ട് ഇരുട്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇനിയെങ്കിലും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിലത്തേക്ക് ഇറങ്ങി വരണം. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് ഈ പാർട്ടി ആദ്യം ചിന്തിക്കേണ്ടതാണ്. അല്ല, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഈ ക്ഷേമ പെൻഷൻ കൂട്ടിയത്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈവന്റുകൾ നടത്തി എങ്ങനെ ഭരണം കൊണ്ടുപോകാം, ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ. തുഫൈൽ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഈ ഭരണം തീരുന്നുമ്പോൾ ഒന്ന് പോവുക. ഇനി അത് ഉണ്ടാകുമെന്ന് അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപ സംഘമാണ് മുഖ്യമന്ത്രിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഉപജാപ സംഘമാണ് മുഖ്യമന്ത്രിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപജാപ സംഘമാണ് നമ്മുടെ ബഡ്ജറ്റിലെ പണം എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സത്യം പറഞ്ഞാൽ മൂന്നാമത് നയനാർ സർക്കാരിൽ നയനാർക്ക് എങ്ങനെ പിടിവിട്ട് പോയോ അതുപോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊരു ബോധമുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പിടിവിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിടി എന്ന് വിട്ടെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശിയെ എന്ന് ആ നോർത്ത് ബ്ലോക്കിൽ കൊണ്ടുവന്ന് വെച്ചു. അന്ന് മുതൽ അൻവർ കൂടെ നിന്ന് അൻവർ പോയി. അജിത് കുമാർ ഒരു കുരുക്കിൽ പോയി. അജിത് കുമാർ ഒരു കുരുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുരുക്കായിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയി. ശിവശങ്കരൻ കഴിഞ്ഞ ഭരണകാലത്ത് ജയിലിൽ പോയി. അതായത് ഒരു ഉപജാപ സംഘത്തിലെ വെറും ഒരു ടൂളാണ് പിണറായി വിജയൻ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഇലക്ഷന് മുമ്പ് അദ്ദേഹം ഇത് ഉണ്ടാക്കിയതാണ്. അതായത് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ മുട്ടുമറക്കിച്ച CPI മന്ത്രിമാർ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അവരെല്ലാം കാണാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. ഈ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ബൈ പൊളിറ്റിക്കലി CPM പ്രതിരോധത്തിലായ മണിക്കൂറുകളാണ്. 2 ദിവസം CPM ബൈ പൊളിറ്റിക്കലി പ്രതിരോധത്തിലാവുകയാണ്. കാര്യം CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജ ബേബിയോട് പറയുന്നു. ബേബിക്ക് പറയാൻ ചിലപ്പോൾ ഗോവിന്ദനോട് പറയാൻ പേടിയായിരിക്കും. പക്ഷെ രാജ തന്നെ ഗോവിന്ദനോട് പറയുന്നു, മര്യാദയ്ക്ക് PMC പദ്ധതിയിൽ നിന്ന് മാറാൻ പറ, ആ കരാറിൽ നിന്ന് മാറാൻ പറ എന്ന വിഷയം ഉണ്ടാകുന്ന അത് ഓർമ്മയുണ്ട്. അങ്ങനെ അതിൻ്റെ മണിക്കൂറുകൾ അന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ചൂളിപ്പോയില്ലേ എന്ന് ചോദിക്കാനായി പത്രപ്രവർത്തകർ ചെന്നിരിക്കുന്ന അവസരത്തിലാണ് നമ്മളെ പറ്റിക്കാനായി നിയമസഭയിൽ നടത്തേണ്ട ഒരു പ്രഖ്യാപനം അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു. അത് ആര് പറഞ്ഞിട്ടാ? അവിടെ ഈവന്റുകാർ കൂടിയിരുന്ന് ആലോചിച്ചു. PM മനോജിനെ തുടങ്ങിയിട്ടുള്ള പ്രഭാവർമ്മയെ പോലെയുള്ള ബ്രിട്ടാസിനെ പോലെയുള്ള ബ്രിട്ടാസ് തന്നെയാണ്. PM മനോജൊക്കെ പിന്നീടേ വരുള്ളൂ. PM മനോജിന് എന്തായാലും അത്രയും വലിയ ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബ്രിട്ടാസിൻ്റെ ബുദ്ധിയാണ്. ബ്രിട്ടാസ് അടങ്ങുന്നവർ എങ്ങനെ നമുക്കിതിനെ പിണറായി വിജയനെ രക്ഷിക്കാം, അങ്ങനെ ഞെളിഞ്ഞു വന്നിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളിതാ അവർക്കെല്ലാം പെൻഷൻ. അങ്ങനെയാണ് ആ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത്.
അപ്പൊ അന്നും അത് കഴിഞ്ഞ ഒരാഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് ബാലഗോപാലിനറിയില്ല, ബാലഗോപാൽ അപ്പോഴും കൈ കാലിട്ട് അടിക്കണം, അയ്യോ എവിടെ ഈ കാശ് കാണും എന്ന് ബാലഗോപാൽ നെഞ്ചത്തടിച്ച് കലയുക. ഞാൻ എവിടെ നിന്ന് ഇത് നിങ്ങൾക്ക് തരും, കൊടുത്തേ പറ്റൂ, ഇതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് ഈ ഒരു PR സംഘത്തിൻ്റെ കയ്യിലാണ്. അതിനു മുമ്പ് തന്നെ 5 കൊല്ലം അല്ലെങ്കിൽ 9.5 കൊല്ലം അദ്ദേഹം ഭരിച്ചിട്ട് അദ്ദേഹത്തിന്, അതായത് ബഹുമാനപ്പെട്ട പഴയ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി വെച്ചപ്പോൾ അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരും ചോദിച്ചു, നിങ്ങൾ എങ്കിൽ പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥരെ വെക്കണ്ടല്ലോ, മുഖ്യമന്ത്രി തന്നെ എല്ലാം അങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ എന്ന് ഇവിടെ ചോദിച്ചു. അന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രബുദ്ധതയ്ക്ക് ഇവിടുത്തെ ഇടത് സംഘടനകൾക്ക് കിട്ടിയ ചെപ്പക്കുറ്റിക്കുള്ള അടിയാണ്. ഈ ചെപ്പക്കുറ്റിക്കുള്ള അടി അന്ന് ഇവർ വാങ്ങിച്ച്, എന്നിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഫോൺ ചെയ്താൽ വഴി എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. 2 ജനസമ്പർക്ക പരിപാടി, അതൊരു ഈവന്റ് അല്ലേ? എന്റെ സംശയം. അപ്പൊ അങ്ങനെ ഒരു ഈവന്റ് നടത്തിയിട്ട് ഇവർ പോട്ടെ, നവകേരള അല്ല, ഈ നവകേരള യാത്ര അല്ലേ? അപ്പൊ അത് ഒരു ഈവന്റ് അല്ലേ? 2 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അത് ആരെ ബുദ്ധിയായിരുന്നു? ഇത്രയും കോടികൾ ചിലവാക്കിയ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, എന്നിട്ട് അതിവിടെ ആരറിഞ്ഞു? ഇത് ആരെ അറിയിക്കാനാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്? കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരെ അറിയിക്കാനാണ്? അപ്പം അവിടെയും നിരന്തരം ഒരു സർക്കാരിനെ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് ഒരു ഈവന്റ് മാനേജ്മെന്റ് ഉപജാപ സംഘമാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അവർക്ക് MM മണിയെ പോലുള്ളവർ ഈ പറഞ്ഞതൊക്കെ ഒരു ഒഴിയ ബാധയായിട്ട് മാറാനുള്ള സാധ്യത. ഇത് MM മണി ഒരു ഒഴിയ ബാധയാണ്. ഇനി MM മണിക്ക് MLA ഒന്നും ആവാൻ പറ്റില്ല. MM മണിയെ ഒരു ടൈമിൽ അവർ എന്താക്കി, അവർ മന്ത്രിയാക്കി, MLA ആക്കി. ഇനി MM മണിയെ പതുക്കെ വിളിച്ചിട്ട് പാർട്ടി ഘടകം പറയും, ഇനി ഒരു വക ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, വിശ്രമിച്ചോളം പറയും. കാര്യം ഇവരുടെ പിന്നെ എന്താ പറയുക, ടങ് ഓഫ് സ്ലിപ്പ് ഉണ്ടാകുന്നത്, ഈ നാവുപിഴ ഉണ്ടാകുന്നത് പല സന്ദർഭങ്ങളിലും. ഇപ്പൊ ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ഈ ഒരു RSS ബാന്ധവം ഇവർക്ക് കൊടുത്ത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, മീഡിയകളെ കണ്ടുകൊണ്ട് എന്ത് വിളിച്ച പറയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് സമൂഹത്തിന് പിണറായിയോട് ചോദിക്കാനുള്ളത്, മലപ്പുറത്തെ ഒരു കൂട്ടം ജനതയെ നിങ്ങൾ ഹിന്ദു പത്രത്തിലൂടെ അവഹേളിച്ചില്ലേ, അതെന്ത് നിങ്ങളുടെ നാവ് പിഴയില്ലേ? മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തും മറന്നു പോകരുത്. അപ്പോൾ ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ്, മനുഷ്യനാണ്, പക്ഷേ ഇവർക്ക് കുറച്ച് നാവ് പിഴ. ഈ മണിയുടെ ഒരു കാര്യം, ഞാൻ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തുഫൈലിന് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരാളെ വെടിവെച്ചു 1 2 3 ഞങ്ങൾ ഒരാളെ വെടിവെച്ചു കൊന്നു, ഒരാളെ ചുട്ടുകൊന്നു, ഒരാളെ കരിച്ചു കൊന്നു. ഇതൊക്കെയാണ് ഒരു നേതാവ് പറയുന്നത്. അപ്പോൾ MM മണിയുടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് CPMന്റെ മനസ്സാണ് MM മണി പറഞ്ഞത്. ഇതാണ് CPMകാരുടെ മനസ്സ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സും ഇതായിരുന്നു. 2000 രൂപ നിങ്ങൾക്ക് കൂട്ടിത്തന്നു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും. നമുക്ക് തന്നെ ഓശാരത്തിൽ കിട്ടിയ പോലെ സാർ, അത് ഞങ്ങൾക്ക് ഓശാരത്തിന് കിട്ടിയതല്ല സാർ, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് സാർ. ഇത്രയും വയസ്സായ ആൾക്കാരോട് ജീവിക്കുന്നു, അവർക്ക് നിങ്ങൾ കൊടുത്തതിന്റെ സർവ്വ വിലയും ഇതിലൂടെ പോയി. ഈ കൊടുത്ത കാശിന്റെ വില, എല്ലാ വിലയും മണിയിലൂടെ നിങ്ങൾക്ക് അത് നഷ്ടമായി. നിങ്ങൾ ഒരിടത്തും ഇനി ആ ക്രെഡിറ്റ് പറയാൻ കഴിയില്ല. ഇത് ഓർമ്മയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ അവരിങ്ങനെ ക്രെഡിറ്റ് പറയുന്നിടത്ത് നിങ്ങൾ തിരിച്ചു പറയണം. കാര്യം തന്നിട്ട് വിളിച്ചു പറയുന്ന വെറും തെണ്ടിത്തരമാണ്, വെറും ചെറ്റത്തരമാണ് ഇദ്ദേഹം നടത്തിയത്. ഒരിക്കലും ഒരു നേതാവിന് ചേർന്ന വാക്കുകളല്ല MM മണിയുടെ വായിൽ നിന്ന് വീണത്. തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും CPM പോലത്തെ ഒരു പാർട്ടി, കേഡർ പാർട്ടി, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശനം പോലും കമ്മിറ്റിക്കകത്തെ പറയാവുള്ളെന്ന് സഖാക്കളെ പറയുന്ന പാർട്ടി ഇന്ന് കാണിച്ചു കൂട്ടുന്നതല്ല ഇതാണ്. MM മണിയെ ഒന്നും അങ്ങനെ ജനത്തിന് വയസ്സായ ഒരാൾ പറഞ്ഞു കളഞ്ഞതല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കല്ല. കാര്യം മണി നല്ലൊരു തലയ്ക്കകത്ത് മൂളയുള്ള ആളാണ്, നല്ലൊരു മന്ത്രിയായിരുന്നു, വിദ്യുച്ഛക്തി മന്ത്രിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിണറായി വിജയന്റെ മനസ്സാണ്, CPMന്റെ മനസ്സാണ് മണിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ, അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ മനസ്സിലിരിപ്പ് എന്ന് ജനം ഇനിയിപ്പോൾ 3 മാസം കൂടെ ഉണ്ട്, നിങ്ങളുടെ വോട്ട് കണക്കാക്കി ചെയ്ത പരിപാടിയാണെന്ന് പച്ചയ്ക്ക് ചെയ്തു. അപ്പൊ ജനത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല, ഇത് ചെയ്തിട്ട് വിളിച്ചു പറയുമ്പോൾ അത് കുറെ കൂടെ വ്യക്തമാവുകയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പൊതുജനബന്ധത്തിൽ തുറന്നു കാട്ടപ്പെടുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ നിങ്ങളത് ചെയ്തത് ഇതിനാണ് എന്ന് പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയുന്നു. ചുളിഞ്ഞ് നാറി ചമ്മി നാശകോശമായി എന്ന് വേണമെങ്കിൽ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് പറയാൻ കഴിയും.